നമസ്കാരം. ചിക്കരി എന്താണ് ഈ ചിക്കരി? പലരും ഇതിനെ ധരിച്ചിരിക്കുന്നത് ഇത് കാപ്പിയിൽ ചേർക്കുന്ന ഒരു മായം എന്നാണ്. എന്നാൽ മറ്റു ചിലർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. എന്നാൽ നമ്മൾ അറിയണം, ഈ ചിക്കരി കാപ്പിയിൽ ചേർക്കുന്ന കൃത്രിമമായിട്ടുള്ള മായമൊന്നുമല്ല. ഇത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഈ കാപ്പിപ്പൊടിയിൽ ചേർക്കുന്ന ചിക്കരിയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ചിക്കരിയെ പറ്റിയാണ്. ഇത് കാപ്പിപ്പൊടിയിൽ ചേർത്ത് വരുന്നു. പലരും ധരിച്ചിരിക്കുന്നത് ചിക്കരി ഒരു മായമായിട്ടുള്ള കൃത്രിമ രാസപദാർത്ഥമാണ് എന്നാണ്. എന്നാൽ ചിക്കരി എന്ന് പറയുന്നത് മനുഷ്യരുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് കാപ്പിപ്പൊടിയിൽ ചേർക്കാറുണ്ട്. ചിക്കരി ചേർത്തിട്ടുള്ള കാപ്പിപ്പൊടി നമുക്ക് കടയിൽ നിന്നും മേടിക്കാനായിട്ട് കിട്ടും. ഇതിന് വിലയും കുറവാണ്. ചിക്കരി എന്ന ഔഷധ സസ്യത്തിൻ്റെ വേര്, അതായത് കിഴങ്ങ് അരിഞ്ഞുണക്കി വറുത്തു പൊടിച്ച് കാപ്പിപ്പൊടിയിൽ കലർത്തിയോ നേരിട്ട് കാപ്പി പോലെയൊക്കെ ആക്കിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യയിലെ പ്രധാന കാപ്പിപ്പൊടി ബ്രാൻഡായ ബ്രൂ കോഫിയിൽ ഏതാണ്ട് 30% വരെ ചിക്കരി ചേർക്കാറുണ്ട്. ഈ കാപ്പിപ്പൊടിയിൽ ചിക്കരി ചേർക്കാനായിട്ട് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ചിക്കരി കാപ്പിയുടെ രുചിയെ വർദ്ധിപ്പിക്കും. നല്ല രുചിയിൽ തന്നെ വില കുറച്ചുകൊണ്ട് കാപ്പിപ്പൊടി വിൽക്കാനാവും. സാധാരണക്കാർക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കാനും പറ്റും. രണ്ടാമതായി, ചിക്കരി ചേർത്ത കാപ്പിയിൽ കാപ്പിയുടെ അളവ് കുറയ്ക്കാം. ആയതുകൊണ്ട് ഇത്തരം കാപ്പിക്ക് വിലയും കുറവാണ്. ദക്ഷിണേന്ത്യയിലാണ് ചിക്കരി ചേർത്ത കാപ്പിക്ക് പ്രചാരം കൂടുതൽ. ചിക്കരിയുടെ ശാസ്ത്രനാമം സിക്കേറിയം ഇൻഡിബസ് എന്നും ഇതിൻ്റെ സസ്യകുടുംബം ആസ്ട്രേസിയ സസ്യകുടുംബത്തിൽപ്പെട്ടതുമാണ്. ഇതിനെ വൈൽഡ് ബാച്ചിലേഴ്സ് ബട്ടൺ, റിജിഡ് സെയിലേഴ്സ്, ഹോയ്സ് വീഡ്, ബ്ലൂ വീഡ്, ബ്ലൂ ഡാൻഡാലിയൻ, ബ്ലൂ ഡെയ്സി, ബ്ലൂ സെലേഴ്സ് എന്ന പേരുകളിലുമൊക്കെ ചിക്കരി അറിയപ്പെടുന്നു. ഇതിൽ പൂക്കളുണ്ടാകുന്നു. ഇതിൻ്റെ പൂക്കൾ ഭംഗിയുള്ള തെളിമയാർന്ന നീല നിറത്തിലും അപൂർവമായി വെള്ളയോ പിങ്കോ നിറത്തിലും കാണുന്നു. ഇതൊരു ശീതകാല വിളയാണ്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് ചിക്കരി കാണപ്പെടുന്നത്. ചിക്കരി, ഗ്രീൻ ചിക്കരി അഥവാ ലീഫ് ചിക്കരി, റൂട്ട് ചിക്കരി എന്നിവയാണ്. ഇതിൽ ലീഫ് ചിക്കരി വളർത്തുന്നത് ഇതിൻ്റെ ഇലകൾക്കു വേണ്ടിയും റൂട്ട് ചിക്കരി വളർത്തുന്നത് കാപ്പിയിൽ ചേർക്കാനുമാണ്. ഇലകൾക്കു വേണ്ടി വളർത്തുന്ന ചിക്കരി ആഹാര സാധനത്തിൽ, കറികളിലും സലാഡുകളിലുമൊക്കെ ഉപയോഗിക്കാം. ഇലക്കറിയായിട്ടും ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഇലകൾക്ക് വേണ്ടി വളർത്തുന്ന ചിക്കരി ചെടികളാണ് റോസാ ഡി ട്രെവിസോ, റോസാ ഡി ബെറോണ, ഫയർബേർഡ് എന്നിവ. ഇത് ഔഷധ സസ്യമായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നു. ഈ റൂട്ട് ചിക്കരിയിൽ തന്നെ വിറ്റിലൂഫ് എന്ന് അറിയപ്പെടുന്ന ഇനം വലിയ വേരുകൾ ഉള്ളതായതിനാൽ കാപ്പിയിൽ ചേർക്കാനായിട്ട് കൃഷി ചെയ്യുന്നു. ഇത് പശു വളർത്തൽ കേന്ദ്രങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തി പശുക്കൾക്ക് തീറ്റയായി നൽകുന്നുമുണ്ട്. 10 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ ചിക്കരി വളരാറുണ്ട്. ഇന്ത്യയിൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ചിക്കരി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിക്കരി കൃഷി ചെയ്തു വരുന്നു. ഇവിടങ്ങളിലാണ് ചിക്കരി ഉൽപ്പാദനത്തിൻ്റെ 97% നടക്കുന്നത്. തെക്കേ ഇന്ത്യയിലാണ് ചിക്കരി ചേർത്ത കോഫി ധാരാളമായി ഉപയോഗിക്കുന്നത്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ചിക്കരി കോഫി ഉപയോഗിക്കാറുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് കാപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നു. റൂട്ട് ചിക്കരിയുടെ വേരുകൾ വിളവെടുത്ത് അരിഞ്ഞുണക്കി റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ചിക്കരി കാപ്പിപ്പൊടിയിൽ കലർത്തിയോ നേരിട്ട് കാപ്പി പോലെയോ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ യൂറോപ്പിലും അമേരിക്കയിലും കാപ്പിക്ക് പകരക്കാരനായി ചിക്കരി ചേർത്ത് മാത്രമുള്ള കാപ്പി ഉപയോഗിക്കാറുണ്ട്. ഇതിന് കാപ്പിയുടെ ഗുണമുണ്ടെങ്കിലും ചിക്കരി കോഫിയിൽ കഫീൻ അടങ്ങിയിട്ടില്ല. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിലെല്ലാം ഇത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഉപഭോഗത്തിൻ്റെ കൂടുതൽ ഭാഗവും ഇറക്കുമതി ചെയ്യുന്നതിലൂടെയാണ് സാധിക്കുന്നത്. ഇനിയും ചിക്കരിയുടെ ആരോഗ്യ ഗുണങ്ങൾ കൂടി നോക്കാം.
വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള പ്രകൃതിദത്തമായ പാനീയമാണ് ചിക്കരി കൊണ്ടുള്ള കാപ്പി. ആയതുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ കാപ്പിക്ക് പകരമായി ചിക്കരി കൊണ്ടുള്ള കാപ്പി ഉപയോഗിക്കാറുണ്ട്. കാപ്പിയുടെ അതേ രുചിയും കഫീൻ ഇല്ലാത്തതുമായ ചിക്കരിയിൽ മാംഗനീസ്, വിറ്റാമിൻ B6, വിറ്റാമിൻ C, പൊട്ടാസ്യം, ഫോലേറ്റ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ചിക്കരി കാപ്പി ദഹനത്തെ സഹായിക്കുന്ന ഒരു ശാരീരിക പ്രതിരോധ സഹായിയായ പാനീയമായി കണക്കാക്കുന്നു. ചിക്കരിക്കിഴങ്ങിൽ അഥവാ വേരിൽ അടങ്ങിയിരിക്കുന്ന 65% വരുന്ന ഇനുലിൻ എന്ന പ്രോബിയോട്ടിക് ഫൈബർ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നതോടൊപ്പം പ്രമേഹത്തെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു. ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും മലവിസർജനം സാധ്യമാക്കാനുമൊക്കെ ഉപകരിക്കുന്നു. ഇതിന് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണമുണ്ട്. തന്മൂലം ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുള്ള കോശങ്ങളുടെ നാശത്തിൽ നിന്നും ശരീരകലകളെ സംരക്ഷിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളായ പോളിഫിനോൾസ്, സെസ്കിറ്റർപെൻസ് എന്നീ ഘടകങ്ങൾ ശരീരത്തിലെ വീക്കം, നീര് എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ചിക്കരിയുടെ വേര് കരളിൻ്റെ ആരോഗ്യത്തിനും കരളിനെ വിഷവിമുക്തമാക്കാനും ഉപകരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും കുറച്ച് മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാൻ ചിക്കരി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. ചിക്കരി റൂട്ട് വെജിറ്റബിളായോ സലാഡുകളായോ ഉപയോഗിക്കാവുന്നതാണ്. ചിക്കരി ചേർത്ത് കാപ്പി കുടിക്കുമ്പോൾ ഇതിൽ കഫീൻ്റെ അളവ് കുറയുന്നതോടൊപ്പം ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയും കൂട്ടുന്നു. അപ്പോൾ എന്താണ് ഈ കഫീൻ? നമുക്കറിയാം, നമ്മൾ ചായയും കാപ്പിയും ഒക്കെ കുടിക്കാൻ വൈകുമ്പോൾ നമ്മൾ പറയും, ഒരു മൂഡില്ലായ്മ, ശരീരത്തിന് ഭയങ്കര ക്ഷീണം, മൂഡില്ലായ്മ, ഒരു എനർജി ഇല്ലായ്മ, അല്പം ചായ കുടിച്ചാൽ ഒരു എനർജി കിട്ടുമായിരുന്നു എന്നൊക്കെ. എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം? നമ്മൾ സ്ഥിരമായി ചായയും കാപ്പിയും ഒക്കെ കുടിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന ഉത്തേജക ഘടകം ഇതൊരു രാസഘടകമാണ്. ഇത് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും മാനസിക തലങ്ങളെ ഉത്തേജിപ്പിച്ച് ഉണർവും പ്രസരിപ്പും ഒക്കെ നൽകാനായി ഇടയാക്കുന്നു. ഈ കഫീൻ അതിൻ്റെ അളവിനെയും വ്യക്തിഗത ഘടകങ്ങളെയും ഒക്കെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ ഉണ്ടാകുന്നത്. മുതിർന്നവർക്ക് മിതമായ ഉപയോഗം സുരക്ഷിതമാണ്. കഫീൻ്റെ അമിത ഉപയോഗം ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, ഹൃദയമിടിപ്പ് വർധനവ് തുടങ്ങിയിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ കൊക്കൈൻ പോലുള്ള പദാർത്ഥങ്ങളുടെ അത്രയും കഠിനമായ ആസക്തി ഉളവാക്കുന്നില്ലെങ്കിലും കഫീൻ അഡിക്ഷൻ ഉണ്ടാക്കും. നിർത്തുമ്പോൾ വൈകാരികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. എന്നാൽ ചിക്കരി ചേർത്തിട്ടുള്ള കോഫി കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാപ്പിപ്പൊടിയിൽ ചിക്കരി ചേർക്കുന്നത്? ചിക്കരിയിൽ കഫീൻ എന്ന ഉത്തേജക ഘടകം, അതായത് രാസഘടകം അടങ്ങിയിട്ടില്ല. എന്നാൽ കാപ്പിക്കുരുക്കളേക്കാൾ കൂടുതൽ രുചി നൽകുന്നതും ആണ്. കാപ്പിക്ക് ചിക്കരിയേക്കാൾ വില കൂടുതലാണ്. കാപ്പിപ്പൊടിയിൽ ചിക്കരി കൂടുതൽ ചേർത്താൽ നിർമ്മാതാവിനും വിതരണക്കാർക്കും നല്ല ലാഭം ലഭിക്കുന്നു. കാപ്പിപ്പൊടിയിൽ ചിക്കരി കൂടി ചേർത്താൽ നിർമ്മാതാവിനും വിതരണക്കാർക്കും നല്ല ലാഭം ലഭിക്കുന്നു. ഒറിജിനൽ കാപ്പിപ്പൊടിയേക്കാൾ വില കുറച്ച് വിൽക്കാനും ഉപഭോക്താവിനും നല്ല രുചിയുള്ള കാപ്പി കുടിക്കാനുമൊക്കെ സാധിക്കും. ചിക്കരിയുടെ ആരോഗ്യ ഘടകങ്ങൾ ഒത്തിണങ്ങിയതും മറ്റ് ദോഷവശങ്ങളൊന്നും ഇല്ലാത്തതുമാണ്. അപ്പോൾ ഈ കാപ്പിക്ക് വില കൂടാൻ കാരണം കാപ്പി കൃഷി ചിലവേറിയ ഒന്നാണ്. കാപ്പി കൃഷിക്ക് പ്രത്യേക കാലാവസ്ഥയും മണ്ണ് പരിചരണവും ആവശ്യമാണ്. കൃഷി കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും ചെലവ് ഏറിയതുമാണ്. കാപ്പിയുടെ ആഗോള ഡിമാൻഡും കൂടുതലാണ്. ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ് കാപ്പി. ഇത് കോഫിയുടെ ഡിമാൻഡും വിലയും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചിക്കരിക്ക് പ്രാധാന്യമുണ്ടെങ്കിലും ആഗോള ഡിമാൻഡ് കുറവാണ്. ചിക്കരിയുടെ കൃഷിയും സംസ്കരണവും കാപ്പിയുടെ അത്രയും ചെലവേറിയതല്ല. കാപ്പിക്കുരുവിൻ്റെ സംസ്കരണം, വറുക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കീടബാധകൾ, ഇറക്കുമതിയും കയറ്റുമതിയുമൊക്കെ ഇതിൻ്റെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുന്നതാണ്. ആയതിനാൽ കാപ്പിക്ക് വില കൂടുതലാണ്. എന്നാൽ ചിക്കരിയുടെ ഉൽപ്പാദനം അത്രയും ചിലവേറിയതല്ല. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ചിക്കരിയെപ്പറ്റി പറയാനുള്ളത്. ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.